എന്തോന്ന്? പിരിമുറുക്കമോ? എന്തിന്? വർക്ക് ലോഡാണോ സിത്തു? ഇങ്ങനെ വരാറില്ലല്ലോ നിനക്ക്. അമ്മ വിളിച്ചില്ലേ? കല്യാണ കാര്യം പറഞ്ഞു കാണും. സിത്തു, ഞാനുണ്ട് കൂടെ കട്ടയ്ക്ക്. നീ ഇപ്പോൾ സമ്മതിക്കണ്ട മോനെ. നീ ഇപ്പോൾ വല്ലതും കണ്ടു പേടിച്ചോ? സിത്തു, ഈ അപ്പാർട്ട്മെൻറ്റ് ഇത്തിരി പഴക്കമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നീ വല്ലതും കണ്ടു കാണും അല്ലേ? പ്രേതമുണ്ടോ സിത്തു ഇവിടെ? ഞാൻ പേടിത്തൊണ്ടൻ. അയ്യോ ഡാ, നിർത്തടാ. അവൻ്റെ ഒരു പ്രാന്തനും കോപ്പും. സിത്തു ദേഷ്യത്തിൽ പറഞ്ഞു. എന്താടാ? ഋഷി ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് 2 ദിവസമായി ഒരു വല്ലായ്മ. എന്തിന്? അത് പിന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. ആരെ? ഋഷി സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ സിത്തുവിന് കാര്യം അവതരിപ്പിക്കാൻ നല്ല മടി തോന്നി പറയാൻ. ഋഷിയുടെ ഉറക്കം പോയി. എടാ, ശ്രേയയെ മിസ് ചെയ്യുക കാണാൻ തോന്നുന്നു. എന്താ അറിയില്ല, അവൾ എവിടെ ഉണ്ടായപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. ഇപ്പോൾ എന്തോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ആവും, നല്ല വൃത്തിയായി എനിക്ക് മനസ്സിലാവും. ശ്രേയക്ക് അവിടെ സുഖമാണോ? വല്ല അപകടവും പറ്റിയോ എന്നോർത്തുള്ള ഒരു ചിന്ന ടെൻഷൻ. ഒരു മനുഷ്യനോട് തോന്നുന്ന വെറും സഹതാപം. മനുഷ്യ പരിഗണന, അല്ലാതൊന്നുമല്ല. നീ എന്താ ആളെ വടിയാക്കുകയാണോ? എന്തോ ഇതൊക്കെ നീ പറഞ്ഞതാ. ഞാനല്ല. നമ്മൾ എന്തിനാ ആ ടോക്ക് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നത്? അത് നമ്മൾ ഉപേക്ഷിച്ചതല്ലേ സിത്തു? അപ്പോൾ ഉറങ്ങിക്കോ, ശ്രേയക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഋഷി കിടന്നു. സിത്തു ആലോചിച്ചിരിക്കുന്നത് കണ്ട് ഋഷി എഴുന്നേറ്റു. എന്തേ? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എടാ, എനിക്കവളോട് എന്തോ ഉണ്ട്. അല്ല, എന്തോ അല്ല. ഓപ്പണായി പറഞ്ഞാൽ ലവ് തന്നെ, പ്രേമം. എടാ അലവലാതി, ആരാടാ ഇപ്പം ആളെ വടിയാക്കുന്നത്? നിന്നോട് ഞാൻ 1000 വട്ടം ചോദിച്ചതാണ് അവളോട് നിനക്കൊരു തരി പോലും സ്നേഹമില്ലെന്ന്. എന്നിട്ടിപ്പോൾ ഈ വികാരം നിനക്ക് പൊട്ടിപ്പുറപ്പെട്ടത്? ഋഷി, അതിനെനിക്ക് അപ്പോൾ തോന്നിയില്ല. നീ പോട പട്ടി. ഋഷി മുണ്ടും മടക്കി കുത്തി എഴുന്നേറ്റിട്ട് വിളിച്ചു. ഋഷി. ആടേ. അതെ, നീ നാറിയല്ല, പരമനാറി. എടാ, ആ പെണ്ണ് എന്തോരം വിഷമിച്ചിട്ടാ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഒരു പുല്ലുമില്ലേ നിന്റെ മനസ്സിൽ? എന്നിട്ടിപ്പോൾ അവൻ്റെ മനസ്സ് പ്രേമം കൊണ്ട് പിരിമുറുക്കമാണ് പോലും. ആളെ കളിപ്പിക്കാണ്ടിരിക്ക് സിത്തു. അതിനിപ്പോൾ ഞാനെന്ത് പറയാനാ? ഋഷി, എനിക്ക് 2 ദിവസം മുന്നേ വരെ ഉണ്ടായില്ല. പെട്ടെന്ന് എനിക്കറിയില്ല എന്തെന്ന്. സിത്തു ആബ്സെൻ്റായി. ഒരാഴ്ച അവൾ വിളിച്ചില്ലല്ലോ. അപ്പോൾ അവൾ നമ്മളെ മറന്നു. ഇനി അതോർക്കണ്ട. കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഋഷി കിടന്നു. സോറി, ഗുഡ് നൈറ്റ് മോർണിംഗ്. ഋഷി തല പൊക്കി വീണ്ടും പറഞ്ഞു. അല്ല, അതിന് നമ്മളല്ലേ കാരണം? അവളെ അവോയ്ഡ് ചെയ്തത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്തത് വിഷമം കാണില്ലേ അവൾക്ക്? വീണ്ടും വിളിക്കാൻ അവൾക്ക് വിഷമമായിരിക്കില്ലേ? ആയിരിക്കും. എന്താ നീ പറഞ്ഞത് നമ്മളല്ലേ കാരണം എന്ന്? നമ്മളല്ല, നീ മാത്രം അനുഭവിക്ക്. ഋഷി കണ്ണടച്ച് കിടന്നു. സിത്തു ആലോചിച്ച് രാത്രി വെളുപ്പിച്ചു. അന്ന് സിത്തു ജോലിക്കും പോയില്ല. ഇന്നില്ലേ ജോലിക്ക്? ഋഷി കളിയാക്കിക്കൊണ്ടിരുന്ന് ചോദിച്ചു. ഇല്ല, മൂടില്ല. പക്ഷേ എനിക്ക് നല്ല മൂടാ. എന്തായി സിത്തു? എൻ്റെ ജോലിയുടെ കാര്യം? ജോലി ചെയ്യാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. അത് ഞാൻ ശരിയാക്കാം. സിത്തു, നീയല്ലേ പറഞ്ഞത് നമുക്ക് ജോലിയിൽ കോൺട്രാക്ടേഴ്സ് ചെയ്യുമെന്ന്? കുറേ നേരമായിടാ പുല്ലേ നീ മനുഷ്യനായിട്ട് വരുന്നത്. സിത്തു ഋഷിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. സിത്തു, വിട്, താഴെ ഇറക്ക് പ്ലീസ്. ഋഷി കണ്ണടച്ചു കാണിച്ചു. സിത്തു പിടിവിട്ട് മാറി. പറയ്, എന്താ നിൻ്റെ പ്രശ്നം? എനിക്ക് ശ്രേയയെ കാണണം. ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ പോരെ? അങ്ങനെയല്ല, നേരിൽ. എനിക്ക് അവളോട് സംസാരിക്കണം. അങ്ങോട്ട് പോകാനോ? നിൻ്റെ ജോലി, ലീവ്, അതൊക്കെ പറയാം. നോ പ്രോബ്ലം. അവളോട് പോയിട്ട് പറഞ്ഞിട്ട്. ഇപ്പോൾ അവൾ നിന്നെപ്പോലെ എന്നെപ്പോലെയും പിന്നെ മേഘയെപ്പോലെ ഒന്നുമല്ല. നല്ല കാശാ.
അവളുടെ അച്ഛൻ ആ ഗിരി നിനക്ക് കെട്ടിച്ചു തരുമോ? ഞങ്ങൾക്കിനി അസുഖം മാറിയോ അതോ തട്ടിപ്പായോ? അതാണോ ഇനി ശ്രേയ വിളിക്കാത്തത്? ഏയ്, അതൊന്നും ആവില്ല. എങ്കിൽ അവൾ വിളിക്കും. അപ്പോൾ നിനക്ക് പോണം. പോണെങ്കിൽ പോകാം, ഋഷി സിമ്പിളായി പറഞ്ഞു. അന്ന് സിത്തു ഹാപ്പിയായി. ഉച്ച കഴിഞ്ഞ് അപ്പാർട്ട്മെൻറ്റിൽ ഒരു കാറ് വന്നു. മിയയും ഭർത്താവും എബ്രുവും. അല്ല, മിയയോ? പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ വരുമെന്ന്, മറന്നോ? ആ അതെ, കുറച്ച് ദിവസമായിട്ട് ഇവന് ഭയങ്കര ഓർമ്മക്കുറവാ മിയേ. ഇതാണല്ലോ സിത്തു ആ കക്ഷി? മിയ ചോദിച്ചു. ഏത്? ചമ്മിയ മോന്തയോടെ ഋഷി ചോദിച്ചു. അതിൻ്റെ ശ്രേയയുടെ ആ കിക്ക്. എൻ്റെ അമ്മോ, ഞാൻ കേട്ട് ചിരിച്ചു. ആണല്ലേ? ഋഷി നൈസായിട്ട് അടുക്കളയിലേക്ക് വലിഞ്ഞു. ചായ വെക്കാം എന്ന് പറഞ്ഞു സിത്തു അവൻ്റെ പിറകെയും. ഡാ, മറ്റേ കാര്യം മിയ ഇപ്പോൾ അറിയണ്ട. പിന്നീട് അവരുടെ ആ സൗഹൃദ സംഭാഷണത്തിൻ്റെ സന്തോഷം ക്ഷണിക്കുന്നേരം കൊണ്ട് മാഞ്ഞുപോയി. മിയ വന്നത് ശ്രേയയുടെ വിവാഹ വാർത്തയും കൊണ്ടാണ്. സിത്തു, ശ്രേയ എന്നോട് പറഞ്ഞിരുന്നു. അവൾക്ക് അങ്ങനെ ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാ അങ്ങനെ ഒരു ഫീൽ അവൾക്ക് വന്നത്. അതായിരുന്നു അവളെ മുക്തിയിൽ പോകാനും ആൽക്കഹോളിസത്തിൻ്റെ പിടിയിൽ നിന്നും വിട്ടുപോരാനും ഏറ്റവും ആഗ്രഹിച്ചത്. താൻ റിജക്റ്റ് ചെയ്തത് അവൾക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ വയ്യാതെയായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞു. സിത്തുവിൻ്റെ ചെവിയിൽ മിയ പറഞ്ഞതൊക്കെ പതിഞ്ഞില്ല. ശ്രേയയുടെ വിവാഹം ഉറപ്പിച്ചു എന്നു കേട്ടതും സിത്തുവാകെ പതറിപ്പോയ മട്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഇഷ്ടം തല്ലിയുണ്ടാക്കാൻ പറ്റില്ലല്ലോ. താനെ മനസ്സിൽ വരണ്ടേ? എങ്കിലേ അതിനൊരു ഭംഗിയുള്ളല്ലോ. സിത്തു, ശ്രേയ പിന്നെ വിളിച്ചോ? ആ, ഒരു തവണ. സിത്തു ഒരു നുണ പറഞ്ഞു. നിങ്ങളെ വിവാഹം ക്ഷണിക്കണം എന്നവൾ എന്നോട് പറഞ്ഞിരുന്നു. കല്യാണക്കാര്യം സൂചിപ്പിച്ചിരുന്നോ? ഓ, സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഋഷി, തനിക്ക് ഇവിടെ ജോലി സെറ്റായോ? ആയിക്കൊണ്ടിരിക്കുന്നു. അവളുടെ ഒരു യോഗം. വൈകിയാണെങ്കിലും നല്ലത് തന്നെ കിട്ടി. പാവത്തിന് എന്തോരു കഷ്ടം അനുഭവിച്ചു. ആ മേഘ അവളോട് ചെയ്ത ദ്രോഹമെല്ലാം അവർ കാട്ടിയ പാർഷ്യാലിറ്റിയിൽ തന്നെ അവളാകെ ആദ്യമേ ഡിപ്രസ് ആയിരുന്നു. പിന്നെ ആ കുഞ്ഞിന് ഇഞ്ചക്ഷൻ മാറിയതോടെ എല്ലാവരുടെയും കൂടെ ചേർന്ന് ആ മേഘയും അവളെ ദ്രോഹിച്ചു. എങ്ങനെ അവൾ മദ്യത്തിൽ ചെന്ന് ചാടിയതായിരിക്കും അല്ലേ? പിന്നെ അവൾ എന്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടോ? അതൊക്കെ ആ കുഞ്ഞിന് വേണ്ടിയാ. ഇപ്പോൾ എല്ലാം ശരിയായ സന്തോഷത്തിലാ ഞാൻ, മിയ പറഞ്ഞു. അല്ല, കല്യാണം എന്നാ? ചെറുക്കൻ അടുത്താണോ? അത് പറഞ്ഞില്ല. അത് ശരി, കല്യാണം ദേ നെക്സ്റ്റ് വീക്കല്ലേ? ചെറുക്കൻ അവളുടെ മുറച്ചക്കൻ തന്നെ. അച്ഛന് സുഖമില്ലല്ലോ, അതുകൊണ്ട് വേഗം മാരേജ് നടത്തുകയാണ്. അത് കേട്ടപ്പോൾ സിത്തുവിൻ്റെ തൊണ്ടയാകെ വരണ്ടതുപോലെ ഫീൽ ചെയ്തു. ചായ കുടിയും കഴിഞ്ഞ് മിയയും എബ്രുവും ഇറങ്ങി. അപ്പോൾ മിയയുടെ മാരേജിന് കാണാം ഇനി, എബ്രു കൈ കൊടുത്തു പറഞ്ഞു. ഓക്കെ, ഇടറിയ സ്വരത്തിൽ സിത്തുവും. മിയ പോയി കഴിഞ്ഞപ്പോൾ ചായ വലിച്ചു കുടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. ഇനി നമുക്ക് പോണ്ടല്ലോ. മിയ കല്യാണം വിളിക്കുമ്പോൾ അപ്പോൾ പോകാം. അവൾക്ക് നീ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായി ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ഒരു പക്ഷേയുമില്ല. ആദ്യം അവൾ കല്യാണം വിളിക്കട്ടെ, എന്നിട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാം. അതല്ല ഋഷി, അവൾക്കിപ്പോൾ എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞത്? മാങ്ങാത്തൊലി. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഓക്കെ പറഞ്ഞില്ലല്ലോ. അവളുടെ അച്ഛൻ ഏത് നിമിഷവും പോവും. അയാളുടെ ആഗ്രഹം നടത്താൻ അവൾ നിന്നോടുള്ള പ്രേമം ഉപേക്ഷിച്ചു. ഇനി നല്ലൊരു ലൈഫ് അവൾക്ക് കിട്ടട്ടെ. നീ പോയി അത് കുളമാക്കണ്ട. ഋഷി അതും പറഞ്ഞിട്ട് ഗ്ലാസും എടുത്ത് പോയി. സിത്തു അവിടെ തരിച്ചിരുന്നു പോയി. ദേ നോക്ക്, ഇനി അത് ആലോചിച്ച് തല പുകയണ്ട. നമുക്ക് ഇന്ന് നൈറ്റ് ഒരു സിനിമയ്ക്ക് പോകാം. ഞാനില്ല. ഓഹോ, നിരാശ. ആ, നിരാശയാ? എൻ്റെ സിത്തു, നിനക്ക് ചേരില്ല. നീ ആ ടൈപ്പല്ല. അല്ലായിരുന്നു, പക്ഷേ ഈ പ്രേമത്തിന് ഇത്ര ഫീലുണ്ടെന്ന് ഞാൻ ഇപ്പോളാ ഋഷി.
എടാ 5 പേരാ എന്നെ തേച്ചിട്ട് പോയത്. അതിൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? കണ്ണീര് പൊടിഞ്ഞ് എന്നെ ഋഷി സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കി. സിത്തു തല കുനിച്ചിരുന്നു. അപ്പോൾ സിനിമ നാളെയാവട്ടെ. ഓക്കെ, അപ്പോൾ ഡീൽ. പിറ്റേന്ന് സെക്കൻഡ് ഷോക്ക് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഋഷി, നീ ടിക്കറ്റ് എടുക്ക്, ഞാൻ ദേ അവിടെ ഇരിക്കാം. സോഫ സെറ്റ് ചൂണ്ടിക്കാട്ടി സിത്തു പറഞ്ഞു. ഓക്കെ സിത്തു. സിത്തു സെറ്റിയിൽ പോയിരുന്നു. വെറുതെ ഫോണിൽ ശ്രേയയുമായി മുന്നേ എടുത്ത ഫോട്ടോ നോക്കി. സൂം ചെയ്ത് സിത്തു ശ്രേയയെ നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രേയയുടെ കോൾ വന്നു. സിത്തു പ്രതീക്ഷിക്കാത്ത കോൾ കണ്ടപ്പോൾ ഉള്ളിൽ പൂത്തിരി കത്തി. നോക്കുമ്പോൾ ഋഷി തിരക്കിനടിയിൽ പെട്ടു. സിത്തു അവിടെ നിന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങി. ശ്രേയ പറയ്, എങ്ങനെ പോകുന്നു? സുഖം സിത്തു. മിയ വന്നിരുന്നു. എന്നോട് പറഞ്ഞു തൻ്റെ കല്യാണം. അതാണോ? സ്വരത്തിൽ പരിഭവം. ഞാൻ നിങ്ങളെ കല്യാണം വിളിക്കാതിരിക്കുമോ? ഇല്ല, പറഞ്ഞതാ. പിന്നെന്തൊക്കെയാ സിത്തു അവിടുത്തെ വിശേഷം? സുഖം. ശ്രേയക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, സിത്തുവും എന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് പലരുടെയും സ്നേഹം നഷ്ടമായേനെ. അവസാനത്തെ ആഗ്രഹം അതെനിക്ക് സാധിപ്പിക്കണം. പിന്നെ സിത്തു വിഷമിക്കണ്ട. ഇയാൾ അന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് ഫീലില്ലട്ടോ. അതോർത്ത് താൻ ഫീലാവണ്ട. നമ്മൾ നല്ല കട്ട ഫ്രണ്ട്സാ. സിത്തുവിന് ശ്രേയയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിശബ്ദനായി കുറച്ചു നേരം. ഋഷിയോ? ഞങ്ങൾ ഒരു സിനിമയ്ക്ക് വന്നതാ. ഋഷി ക്യൂവിലാ. അത് ശരി, അപ്പോൾ അടിച്ചു പൊളിയാണല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ വരുന്ന 20-ന് എൻ്റെ കല്യാണം. അതിന് മുന്നേ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. നേരത്തെ പോന്നോണേ സിത്തു. ശരി, ഞങ്ങൾ വരാം. ഋഷിയെ ഞാൻ വിളിച്ചോളാം. പിന്നെ ഇനി പറഞ്ഞില്ലേ പരാതി പറയും ആ പൊട്ടൻ. ശ്രേയ ചിരിച്ചു. ശരി, വെക്കണേ. സിത്തു ഫോൺ വെച്ചു. അവൻ അവളുടെ സ്വരവും ചിരിയും അധിക നേരം കേട്ടു നിൽക്കാനായില്ല. സിത്തുവിന് ആകെ വിയർത്തതുപോലെ തോന്നി. താൻ വളരെ വൈകിപ്പോയി. എന്തിനാ എനിക്ക് ഇങ്ങനെ തോന്നിയത്? ഛേ. അവൻ തല മുടിയിലൂടെ വിരൽ കോർത്ത് വിഷമിച്ചു നിന്നു. സിത്തു. പുറകിൽ നിന്ന് ഒരു വിളി ഉയർന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ മേഘ. സിത്തുവിന് അവളെ കണ്ടപ്പോൾ ഈർഷ്യം തോന്നി. അല്ല സിത്തുപോയി ഒറ്റക്കാണോ? അല്ല, ഋഷിയുണ്ട്. ഋഷിയുണ്ടെന്ന് കേട്ടപ്പോൾ മേഘയുടെ മുഖം മാറി. പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോരാമായിരുന്നല്ലോ സിത്തു. അതിനു മാത്രം അടുപ്പം നമ്മൾ തമ്മിലില്ലല്ലോ മേഘ. പിന്നെന്തിനാ? സിത്തു എടുത്തപടി ചോദിച്ചപ്പോൾ മേഘ വല്ലാതെയായി. ശരി, എന്തായാലും ഇവിടെ എത്തിയാലോ, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം. സിത്തുവിൻ്റെ കയ്യിൽ ചെന്ന മേഘ കോർത്തു കടന്നു പിടിച്ചു. വിട് മേഘ. സിത്തു കുടഞ്ഞു. മേഘ എന്നോട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ആവശ്യമില്ലാതെ എന്നെ വിളിക്കുകയും ചെയ്യരുത്. നിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ ബീച്ചിൽ വെച്ച് പറഞ്ഞതല്ലേ? അപ്പോൾ ഫ്രണ്ട്ലി ആയിക്കോളാം എന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇപ്പോഴും തൻ്റെ അപ്രോച്ച് അങ്ങനെയല്ലല്ലോ. ഞാൻ തൻ്റെ കാമുകനാണോ? അതുപോലെയാണല്ലോ തൻ്റെ പെരുമാറ്റം. ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്ലീസ്. ഓഹോ, എൻ്റെ സ്ഥാനത്ത് ആ ശ്രേയയാണെങ്കിൽ സിത്തു ഇങ്ങനെയൊക്കെ പെരുമാറുമോ? വിഷമമാകുമല്ലേ? അവൾ പോയല്ലോ. അല്ല, അവൾക്ക് സിത്തുവിനെ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ പുതിയ തിളക്കം കണ്ടപ്പോൾ അങ്ങോട്ട് ചാഞ്ഞു. ഞാൻ അറിഞ്ഞു അവളുടെ കല്യാണം ഉറപ്പിച്ച വിവരം. അതിൻ്റെ വിഷമത്തിലാകുമല്ലേ? അതുകൊണ്ട് സിത്തുവിന് ഒരു റിലീഫ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീ റിലീഫല്ലാന്ന്, ശല്യമാന്ന്. സിത്തു പറഞ്ഞു കേട്ടപ്പോൾ മേഘ പെട്ടെന്ന് ആകെ തകർന്നു. അപ്പോൾ ഒരു സീരിയസ് ലവിന് ഇവിടെ പ്രസക്തിയില്ലല്ലേ സിത്തു? ഒരു സീരിയസ് ലവ്? നിനക്കോ? നിനക്ക് വാശിയാ, അവളെ ജയിക്കാനുള്ള വാശി. ആ പാവത്തിനെ ചവിട്ടി നീയും നിന്റെ ഡാഡിയും മമ്മിയും തെരുവിലേക്ക് തള്ളിയപ്പോൾ അവൾക്ക് ഇങ്ങനെയൊരു നല്ല കാലം നീ വിചാരിച്ചില്ല അല്ലേ? അതിന് അസൂയ കാരണം നിനക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാര്യത്തിൽ നിനക്ക് ജയിച്ചു കാട്ടണം. അതല്ലേ നിന്റെ ആത്മാർത്ഥത പ്രേമം? നിനക്ക് അവളുടെ മുന്നിൽ പോയി ജയിച്ചെന്ന് പറഞ്ഞു ഞെളിയണം. അതല്ലേ? പക്ഷേ അതിന് ഞാനും കൂടി മനസ്സ് വെക്കണ്ടേ? അപ്പോൾ നിനക്ക് അവളോടാണോ സ്നേഹം? അവളോട് നിനക്ക് ശരിക്കും പ്രേമമാണല്ലേ?
പെട്ടെന്ന് കാറ്റ് വീശി. ദൂരെ നിന്ന് മഴ വരുന്ന ശബ്ദവും. ആ നേരം ഋഷി കൈ കൊട്ടി വിളിച്ചു. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്കൊരു ചുക്കുമില്ല. അപ്പോൾ സിത്തു, എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ലേ? അതിന് മുന്നേ എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. നീ ഇവിടെ നിന്ന് മഴ നനയ്, ഞാൻ പോവാ. സിത്തു അന്ന് നേരെ ചെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലൊരു തീരുമാനം എടുത്തിരുന്നു. ഉടനെ മൈസൂരിലേക്ക് പോയി ശ്രേയയോട് കാര്യം പറയുക. വരുന്നിടത്ത് വരട്ടെ. തൻ്റെ സ്നേഹം അങ്ങനെ വിട്ടുകൊടുക്കാൻ സിത്തു ഉദ്ദേശിക്കുന്നില്ല. അന്ന് പെയ്ത മഴ മുഴുവനും ഒരു ഭ്രാന്തിയെപ്പോലെ മേഘ ഒരേ നിൽപ്പ് നിന്നുകൊണ്ട് കരഞ്ഞു. അവൾക്ക് സിത്തു പറഞ്ഞ പോലെ വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രേയയുടെ ജയിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സിത്തുവിനെ അവൾ കണ്ടത്. അങ്ങനെ മേഘയുടെ കയ്യിലെ കളിപ്പാവയാകാൻ തന്നെ കിട്ടില്ലെന്ന് പറഞ്ഞു പോയ സിത്തു പിറ്റേന്ന് തന്നെ മൈസൂരിലേക്ക് ട്രെയിൻ കയറി. ഒപ്പം നമ്മുടെ ഋഷിയും. മിയ സിത്തുവിനെ പോയി കണ്ടിരുന്നു. വിവരവും കല്യാണവുമൊന്നും കേട്ടിട്ട് സിത്തുവിന് മുഖത്ത് യാതൊരു എക്സ്പ്രഷനും മിയ കണ്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞതോടെ ശ്രേയ സ്വയം മാറാൻ തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ അവസാനത്തെ മോഹം സഫലമാക്കാൻ കുറച്ച് ത്യാഗങ്ങൾ സഹിച്ചേ തീരുമെന്ന് ശ്രേയ മനസ്സിലാക്കി. ശ്രേയ ചെല്ലുമ്പോൾ അത്യസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഗിരിധറിൻ്റെ ഹെൽത്തിൻ്റെ ഇത്തിരി മാറ്റമുണ്ടായി. അതുകൊണ്ട് ബാക്കി ചികിത്സ വീട്ടിലായി. വീട്ടിലും പരിപൂർണ വിശ്രമം വേണമെന്ന് ഡോക്ടർ പ്രത്യേകം അറിയിച്ചിരുന്നു. സമയത്തിന് ഇഞ്ചക്ഷൻ, അതിനുവേണ്ടി ഒരു ഹോം നേഴ്സിനെയും നിയോഗിച്ചു. കൊട്ടാരമുറ്റത്തു തന്നെ ഉഗ്രൻ പന്തലുയരുമ്പോഴാണ് സിത്തുവും ഋഷിയും ബാഗും തൂക്കി വന്ന് ടാക്സിയിൽ നിന്നിറങ്ങുന്നത്. കല്യാണത്തിന് ഇനി ഒരാഴ്ച കൂടിയുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കുമാവോ? അതിന് നമ്മൾ കല്യാണം കൂടാൻ വന്നതല്ലല്ലോ. ആദ്യം ശ്രേയയോട് കാര്യം പറയും, പിന്നെ അവളുടെ അച്ഛനോടും. എന്നിട്ട് ഇവിടെ തന്നെയാണോ കല്യാണം, അതോ അങ്ങ് പരലോകത്ത് വെച്ചാണോ? നീ അവരെ കണ്ടില്ലേ? ദേ 2 തടിമാടന്മാർ. അവരൊക്കെ ഇവിടുത്തെ ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ഒന്ന് പോടാ, അത് പന്തൽ പണിയാൻ വന്നവരാണ്. ദൂരെ നിന്ന് വരുന്ന സിത്തുവും ഋഷിയും ആദ്യം കണ്ടത് ലാപ്ടോപ്പ് കൊണ്ട് മുറ്റത്തിരുന്നിരുന്ന ഉദയനാണ്. ആരാ? ഞങ്ങൾ ശ്രേയയുടെ ഫ്രണ്ട്സ്. ബാംഗ്ലൂർ അല്ലേ? അതെ, മനസ്സിലായി. അശോക് സാർ പറഞ്ഞിരുന്നു. ഞാൻ ശ്രേയയെ വിളിക്കാം. ഇതാരാ? എന്നെ സിത്തു മനസ്സിലായോ? ഇല്ല, കണ്ടിട്ട് ഇതാണ് കല്യാണ ചെറുക്കൻ എന്ന പോലെ ഉണ്ട്. ഓഹോ, എന്ന് വെച്ചാൽ നിന്റെ ശത്രു. നീ വായടിക്കാതെ അകത്തുവാ. ഉദയൻ പോയി ശ്രേയയോട് ഫ്രണ്ട്സ് വന്ന വിവരം പറഞ്ഞപ്പോൾ ശ്രേയ ആകാംക്ഷയോടെ ഓടി കോണിയിൽ ഇറങ്ങി വരുമ്പോൾ സിത്തു കണ്ണിമിടത്താതെ നോക്കി നിന്നു. ഇതിന് മുന്നേ എത്ര പ്രാവശ്യം ശ്രേയ തൻ്റെ അരികിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലെ അവളെ നോക്കാൻ തോന്നിയിട്ടില്ല. ശരിക്കും അവളൊരു രാജകുമാരിയെപ്പോലെയായി. സിത്തു, ഇതെന്താ പ്രതീക്ഷിച്ചില്ല? വാ ഇരിക്ക്. അല്ല, ഡാഡിയെ കാണണ്ടേ? ശ്രേയ അവരെ വിളിച്ചുകൊണ്ട് ഗിരി കിടക്കുന്ന മുറിയിലേക്ക് പോയി. ഇത് തന്നെയാണ് പറ്റിയ സമയം. അച്ഛനോടും മോളോടും കാര്യം കീച്ചിക്കോ. അല്ല, എനിക്കൊരു സ്റ്റാർട്ടിംഗ് ടേബിൾ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് എന്നെയും വിളിച്ചുകൊണ്ട് വന്നത്? എടാ, ആ ഫോം പോയി. സിത്തു, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ദാ ഡാഡി. ഗിരി കണ്ണ് തുറന്ന് സിത്തുവിനെ നോക്കി. ശ്രേയ പറഞ്ഞിട്ടുണ്ട് സിത്തുവിനെ കുറിച്ച്. തൻ്റെ പോലത്തെ ചെറുപ്പക്കാർ വളരെ കുറച്ചേ കാണൂ. എന്തായാലും നേരത്തെ വന്നത് നന്നായി. ആദ്യമൊക്കെ ഇവൾക്ക് ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ശ്രേയ, ഇവർക്ക് ഏറ്റവും നല്ല മുറി, പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറയണം. ഇപ്പോൾ കുറവുണ്ടോ? ഉണ്ട്. ദൈവം കാലാവധി നീട്ടി തന്നപ്പോഴുള്ള കുറവ്. ഒരാഴ്ച കൂടി കണക്കിൽ കിട്ടണേ എന്ന എൻ്റെ പ്രാർത്ഥന. എൻ്റെ സ്വപ്നമാ ശ്രേയയുടെ കല്യാണം. ഗിരിക്ക് കണ്ണുകൾ നിറഞ്ഞു. ഡാഡിക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്നും പതിവ് പോലും ആയില്ല സിത്തു. ഒരുപാട് കേൾക്കണം എൻ്റെ അമ്മയുടെ കഥകൾ. അങ്ങനെ പലതും. നമുക്ക് മനസ്സിലുള്ളത് ക്ഷമിക്കാനും പൊറുക്കാനും കൂടിയാണെന്ന് സിത്തു അല്ലേ പറഞ്ഞത്? അതെ, അങ്ങനെ. ശരിയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. മുറി നിൽക്കാനുള്ള തിരക്കിലായിരുന്നു ശ്രേയ. എടാ, അവള് പൊരുത്തപ്പെട്ടു തുടങ്ങി. ഇനി നിന്റെ പ്രേമം കൊണ്ട് ചെന്നാൽ നീ അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് പോലെയാ, ഋഷി പറഞ്ഞു. സിത്ത് അത് മൈൻഡ് ചെയ്തില്ല. രാത്രി ഋഷിക്ക് നല്ല ക്ഷീണമായിരുന്നു. എൻ്റെ പൊന്നെ, ഈ വീട്ടിൽ ആൾക്കാരെ പരിചയപ്പെട്ട് ഇത്രയും ക്ഷീണിച്ചെങ്കിൽ
അന്ന് കല്യാണത്തിന് എന്തോരു ക്ഷീണമായിരിക്കും ദൈവമേ. ബെഡിലേക്ക് മലർന്നു വീണു ഋഷി പറഞ്ഞു. അതിന് കല്യാണം നടന്നില്ലല്ലോ. ഊവ്, അതിന് നീ എന്ത് ചെയ്യാൻ പോണ്? ഞാനിപ്പോൾ തന്നെ അവളെ വിളിച്ച് കാര്യം പറയും. അവളൊന്ന് സ്നേഹിച്ചതല്ലേ. ഞാൻ പറഞ്ഞാൽ അവൾക്ക് ഇതിന് നിന്ന് കൊടുക്കാൻ പറ്റില്ല. ഡാഡിയോട് കാര്യം പറയട്ടെ. ഇപ്പോൾ എങ്ങനെ പറയാനാ? ഞാൻ ശ്രേയയെ വിളിക്കട്ടെ. നീ ആ ഫോണെടുത്തേ. സിത്തു വന്നപ്പോൾ മുതൽ മനസ്സിലേക്ക് വീണ്ടും ആഗ്രഹങ്ങൾ തിരിച്ചു വന്ന നിരാശ വീണ്ടും ശ്രേയയിൽ കുഞ്ഞുകൂടി. ഉദയൻ ഒടുവിൽ സമ്മതിച്ചു. അയാളുടെ ആഗ്രഹങ്ങൾ ഗിരിക്കു വേണ്ടി അടിയറവ് വെച്ചു. സിത്തു ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ കഴുത്തു നീട്ടും? ശ്രേയക്ക് ഉറക്കം വന്നില്ല. അന്നേരം തന്നെ സിത്തുവിൻ്റെ കോളും.